ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോളജി ട്യൂട്ടർ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോറോഡ് ഐഡിയാസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വീഡിയോയുടെ വലതുവശത്ത് മുകളിലായി ഒരു ഐ ചിഹ്നം നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏതാനും MCQs, ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത MCQs സോൾവ് ചെയ്യുകയും ചെയ്യാം. ബോറോഡ് ഐഡിയാസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പല രാജ്യങ്ങളിൽ നിന്നായി പല ഐഡിയകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്, അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി പഠിക്കാം. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചോദിക്കും. ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർലമെന്ററി ഗവൺമെന്റ്. എന്താണ് പാർലമെന്ററി ഗവൺമെന്റ്? നമ്മുടെ പാർലമെന്റ് ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ലോകസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് കോമൺസ്. ആ സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. റിറ്റ്സ്. എന്താണ് റിറ്റ്സ്? മൗലിക അവകാശങ്ങൾ ഒരു വ്യക്തിക്ക് ഹനിക്കപ്പെടുന്ന സമയത്ത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഫോഴ്സ്ഫുള്ളി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്നതാണ് റിറ്റുകൾ. റിറ്റുകളെ പറ്റി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഫീസ് ഓഫ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നമുക്കറിയാം, ഇന്ത്യയുടെ ആകെ വരവ് ചെലവ് കണക്കുകൾ കണക്കാക്കിലെ ചീഫ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അത് നമുക്കറിയാം. റൂൾ ഓഫ് ലോ. എന്താണ് റൂൾ ഓഫ് ലോ? നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന സംവിധാനമാണ്. അത് ഇവിടുന്ന് കടം കൊണ്ടതാണ്, ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്. അത് നമുക്കറിയാം, ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ക്യാബിനറ്റ് സിസ്റ്റം. എന്താണ് ക്യാബിനറ്റ് സിസ്റ്റം? ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. എക്സിക്യൂട്ടീവ് പവർ അവരിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ എന്ത് ചെയ്യണം? ലെജിസ്ലേച്ചർ അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആ സിസ്റ്റമാണ് ക്യാബിനറ്റ് സിസ്റ്റം. പാർലമെന്ററി പ്രിവിലേജസ്. പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള മെമ്പർമാർ, രാജ്യസഭാ മെമ്പർമാരാകട്ടെ ലോകസഭാ മെമ്പർമാരാകട്ടെ, അവർക്ക് മാത്രമുള്ള ചില പ്രിവിലേജസ് ആണ് പാർലമെന്ററി പ്രിവിലേജസ്. അവർക്ക് ആ സഭയുടെ ഉള്ളിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ലോകസഭ, രാജ്യസഭ, പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് അവർക്ക് എന്ത് ചെയ്യാം? ഔട്ടാക്കാൻ, പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൂടി അവർക്കുണ്ട്. ബൈ ക്യാമറലിസം. എന്താണ് ബൈ ക്യാമറലിസം? രാജ്യസഭ, ലോകസഭ എന്ന സെൻട്രൽ ഗവൺമെന്റിൽ ഉള്ള പോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ 6 സ്റ്റേറ്റുകളിൽ ഉള്ള ഒരു സംവിധാനമാണ് ബൈ ക്യാമറലിസം. അവിടെ അപ്പർ ഹൗസ് ഉണ്ട്. രാജ്യസഭയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള അപ്പർ ഹൗസ് ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത് എന്നാണ് അത് അറിയപ്പെടുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അവിടെയുണ്ട്. 2 ഹൗസസ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം MLA-മാരില്ലേ, അതുപോലെ തന്നെ എലക്ട് ചെയ്തിട്ട് MLA-മാരെ എടുക്കുക. അതാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർമാർ ഇലക്ഷനിൽ കൂടെ എടുക്കുന്ന ആൾക്കാർ അല്ല. അത് വിധാൻ പരിഷത്ത് എന്നറിയപ്പെടുന്നു. 1/3 ഓഫ് ദ മെമ്പേഴ്സ് 2 കൊല്ലം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. രാജ്യസഭയുടെ അതുപോലെ തന്നെ. അത് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന ആൻഡ് ഉത്തർപ്രദേശ്. ഈ സ്റ്റേറ്റുകളാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ. തെറ്റാൻ പാടില്ല, ഓർമ്മയിൽ ഉണ്ടാവണം. നെക്സ്റ്റ് വൺ USA. പ്രിയാമ്പിൾ, ആമുഖം കടം കൊണ്ടത് എവിടെ നിന്നാണ്? USA-യിൽ നിന്ന്. ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ്? USA-യിൽ നിന്ന്. ഫണ്ടമെന്റൽ റൈറ്റ്സ് USA. ഫംഗ്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും വിധത്തിൽ പ്രസിഡന്റ് കാര്യനിർവഹണം നടത്താതിരിക്കുകയോ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പുറത്തിറക്കാനുള്ള സംവിധാനമാണ് ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലോകസഭയും രാജ്യസഭയും ഡിസ്കസ് ചെയ്ത് പുറത്താക്കാനുള്ള പ്രമേയം പാസ്സാക്കണം. ആ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ ഇതുപോലെ തന്നെ അവരുടെ കാര്യനിർവഹണത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോകസഭ, രാജ്യസഭ ഇടപെട്ട് അവരെ പുറത്താക്കുന്ന പ്രൊസീജിയറാണ് ഇംപീച്ച്മെന്റ്.
അത് സുപ്രീം കോടതി ജഡ്ജാണെങ്കിൽ 124(4) ഉപയോഗിച്ചാണ് പുറത്താക്കുക. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജ് ആണെങ്കിൽ ആർട്ടിക്കിൾ 218 വെച്ച് എന്ത് ചെയ്യും? ഇംപീച്ച് ചെയ്യും. അപ്പോ പ്രധാനമായിട്ട് ഓർമ്മ ഉണ്ടാവുന്നത് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 61, ഇംപീച്ച്മെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് 124 ഹൈക്കോടതി ജഡ്ജ് 218. ഈ ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് പഠിക്കണം. കൺഫ്യൂഷൻ ആവാൻ പാടില്ല, മറക്കാൻ പാടില്ല. എന്താണ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി? ഭരണ സംവിധാനം ഡയറക്റ്റ് ആയിട്ട് ജുഡീഷ്യറിയിൽ ഇടപെടുകയില്ല. ജഡ്ജിമാരെയോ അതുപോലെ തന്നെ കോടതിയെയോ ഡയറക്റ്റായി പൊളിറ്റീഷ്യന്മാരോ ഭരിക്കുന്ന ഗവൺമെന്റോ ഒരിക്കലും നേരിട്ട് ഇടപെടാതെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സംവിധാനം USA നിന്നും കടം കൊണ്ടതാണ്. നെക്സ്റ്റ്, ഫ്രാൻസ്. കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന ആശയം നമുക്കറിയാം. 1950 ജനുവരി 26 നമ്മൾ പരമാധികാര റിപ്പബ്ലിക്കായി മാറി. ആ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ് കടം കൊണ്ടത്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. പ്രിയാമ്പിൾ ശരിക്ക് എവിടെ നിന്നാണ് കടം കൊണ്ടത്? USA നിന്നാണ്. എന്നാൽ പ്രീആമ്പിളിലുള്ള വേർഡ്സ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി അത് എവിടെ നിന്ന് കടം കൊണ്ടതാണ്? ഫ്രാൻസിൽ നിന്നാണ്. കൺഫ്യൂഷൻ വരാൻ പാടില്ല. സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്താണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്? അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 368 ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അമെൻഡ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? സൗത്ത് ആഫ്രിക്ക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കണം. എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭാ മെമ്പേഴ്സിന്റെ എലക്ഷൻ, ആ പ്രൊസീജിയേഴ്സ് എവിടെ നിന്ന്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ്. ജപ്പാന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്താ അതിന്റെ അർത്ഥം? ഈ കൊറോണ കാലഘട്ടത്തിൽ ഗവൺമെന്റ് നമ്മളോട് പറയുന്നു മാസ്ക് ധരിക്കണം. അതായത് കൃത്യമായി ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരികയും ആ രാജ്യത്തുള്ള ജനങ്ങൾ അത് നടപ്പിലാക്കപ്പെടുവാൻ നിർബന്ധരാകുകയും ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ നടപ്പിലാക്കി ഒരു ലോ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക. ആ സംവിധാനം എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ്. അയർലൻഡ്. അയർലൻഡിന്റെ പ്രത്യേകത എന്താ? അയർലൻഡിൽ നിന്നാണ് DPSP ഡയറക്റ്റീവ് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടം കൊണ്ടത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ എലക്ഷൻ എവിടെ നിന്നാണ്? സംവിധാനം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്ന് കടം കൊണ്ടതാണ്. നോമിനേഷൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ ചില വ്യക്തികളെ, അത് എവിടെ നിന്ന് കടം കൊണ്ടത്? അയർലൻഡിൽ നിന്നാണ്. ഇവിടെ നിന്ന് നോക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്താണ് കടം കൊണ്ടത്? എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയാണ് ഇവിടെ നിന്ന് കടം കൊണ്ടത്. ഏത് രാജ്യത്തിൽ നിന്ന് കടം കൊണ്ടത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. എന്നാൽ നോമിനേഷൻ ബൈ ദ പ്രസിഡന്റ് ടു ദ രാജ്യസഭ ആരാണ്? ഇവിടെ നിന്ന് കടം കൊണ്ടതാണ്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. ജർമ്മനിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. ശ്രദ്ധിക്കണം, എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രീതിയിൽ അറിയപ്പെടുന്ന അറിയും? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക? എന്താണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ? അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നു. അത് എവിടെ നിന്ന് കടം കൊണ്ടതാണ്? ജർമ്മനിയിൽ നിന്ന്. നെക്സ്റ്റ് വൺ, ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ അവകാശമുള്ള ലിസ്റ്റിനെയാണ് എന്ത് പറയുക? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും ഒരുപോലെ ഒരുമിച്ച് സമ്മേളിക്കുന്ന അവസ്ഥ. ചില ബില്ലുകളോ ചില ആക്ടുകളോ അതിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ജോയിന്റ് സിറ്റിംഗ് നടത്തുക. ആ ജോയിന്റ് സിറ്റിംഗ് നടക്കുന്നതിനുള്ള ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 108. തെറ്റാൻ പാടില്ല, ഓർമ്മയിലുണ്ടാവണം. ആർട്ടിക്കിൾ 108, 108. ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോ കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ആൻഡ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടത്. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്താ? സിഡ്നി അല്ല, കാൻബറയാണ്. തെറ്റാൻ ചാൻസ് ഉണ്ട്. കാൻബറയാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പണ്ട് കാലത്ത് USSR ആയിരുന്നു, ഇപ്പോൾ റഷ്യയാണ്. അതുകൊണ്ടാണ് USSR എഴുതിയത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടം കൊണ്ടത് എവിടെ നിന്നാണ്? USSR. 5-year പ്ലാൻ. 5-year പ്ലാൻ എവിടുന്ന്? USSR നിന്ന് കടം കൊണ്ടതാണ്.
നെക്സ്റ്റ് കൺട്രി ഏതാണ്? കാനഡ. കാനഡയിൽ നിന്നും എന്താണ് കടം കൊണ്ടിട്ടുള്ളത്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ആ സിസ്റ്റം കൊണ്ടുവന്നത് കാനഡയിൽ നിന്നാണ്. റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള ചില അവകാശങ്ങളാണ്. അവർക്ക് ചില ആക്ടുകൾ ഉണ്ടാക്കാം, ഡിസ്കസ് ചെയ്ത് ബില്ലുകൾ പാസ്സാക്കാം. ഇത്തരത്തിലുള്ള പവറുകളെയാണ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ, ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെന്റർ. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ കേസിൽ സെൻട്രൽ ഗവൺമെന്റിന് ഒരു പരമാധികാരമുണ്ട്. അതാണ് ഇത് ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെന്റർ, പവർ ഫോർ സെന്റർ. അത് എവിടെ നിന്ന് കടം കൊണ്ടതാണ്? കാനഡയിൽ നിന്നും കടം കൊണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അതേതാണ് ആർട്ടിക്കിൾ 143. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 143. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രീം കോടതിയെ സമീപിച്ച് നിയമോപദേശം നേടാം. അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അത് എവിടെ നിന്ന് സ്വീകരിച്ചതാണ്? കാനഡയിൽ നിന്നും സ്വീകരിച്ചതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് the bell button to get notifications. Thank you.